ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SCRT പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ വൊക്കാബുലറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഈ സമയം, അതായത് രാത്രി 11 മണിക്ക് കുറച്ച് വൊക്കാബുലറി നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ വൊക്കാബുലറി എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്കുകളിലേക്ക് പോകാം. ഒന്നാമത്തെ വാക്കാണ് ബിയോണ്ട്. ബിയോണ്ട് എന്ന് പറഞ്ഞ വാക്ക് ആദ്യമേ നമുക്കതിൻ്റെ മലയാളം അർത്ഥം പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. ബിയോണ്ട് എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് പല സാഹചര്യങ്ങളിൽ ഈ ബിയോണ്ട് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പല രീതികളിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിയോണ്ട് ദ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിന് ശേഷം അല്ലെങ്കിൽ ലിമിറ്റിന് പുറമേ അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. ലിമിറ്റ് കഴിഞ്ഞിട്ട് എന്നൊക്കെ ഒരു മീനിങ്ങാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് അപ്പുറം അല്ലെങ്കിൽ പുറമേ, അധികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങൾ ഈ ഒരു ബിയോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് ദ റോഡ് ഗോസ് ബിയോണ്ട് ദ വില്ലേജ് അപ് ടു ദ ഹിൽസ് എന്നാണ് പറയുന്നത്. അതായത് ഗ്രാമത്തിനും അപ്പുറം അല്ലേ, കുന്നുകളിലേക്ക് റോഡ് പോകുന്നു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പം അത് കറക്റ്റായിട്ട് ആ ഒരു ബിയോണ്ടിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പുറം, പുറമേ, അധികം എന്നൊക്കെ, അല്ലെങ്കിൽ ബിയോണ്ട് ദ ക്വാണ്ടിറ്റിയിലധികം എന്നൊക്കെ നമുക്ക് ആ ഒരു മീനിങ് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത വേർഡാണ് ബിറ്റേർലി. ബിറ്റേർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പായിട്ടുള്ള അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കയ്പായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ അനുഭവം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുതന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഷോയിങ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്. അതായത് ദുഃഖത്തിൻ്റെ അനുഭവത്തിനെയാണ് നമ്മൾ ബിറ്റേർലി എന്ന് പറയുന്നത്. ബ്ലർ ചെയ്യുക അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ ഫേസൊക്കെ ബ്ലർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, മൂടി വെക്കുക. അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവ്യക്തത. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, എന്നാൽ വ്യക്തമായി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനെയാണ് നമ്മൾ ഈ ബ്ലർ എന്നൊക്കെ പറയുന്നത്. ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയത്തില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോ ചെയ്യുമ്പോൾ ബ്ലർ ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് അവ്യക്തത എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം ദ മിസ്റ്റ് ബ്ലർഡ് ദ ഡ്രൈവേഴ്സ് സൈറ്റ് ആൻഡ് ദ കാർ ഹിറ്റ് അഗൻസ്റ്റ് എ ട്രീ. അതായത് മുൻപിലുള്ള കാഴ്ച കാണാനായിട്ട് പറ്റാതെ അവ്യക്തമായപ്പോഴത്തേക്കിന് മരത്തിൽ എന്തിടിച്ചു, കാറിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ബ്ലറിൻ്റെ അർത്ഥം. ഇനി നമ്മൾ മറക്കത്തില്ല. ബ്രൂയിസ്. അപ്പോൾ ആദ്യമേ പറഞ്ഞ 3 വാക്കുകൾ ഓർത്തിരിക്കുമെങ്കിൽ ഈ ബ്രൂയിസ് എന്ന് പറഞ്ഞ വാക്ക് ഒരു പക്ഷേ പുതിയൊരു വാക്കായിരിക്കും പലരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ബ്രൂയിസ് എന്ന് പറയുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ ബ്രൂയിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതയ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇപ്പോൾ ബ്രൂസ്ലി അല്ലേ, ബ്രൂസ്ലിയെ നിങ്ങൾക്കറിയാമല്ലോ. ബ്രൂസ്ലി ഒരു ചവിട്ട് വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചതഞ്ഞു പോകുമെന്ന് ഓർത്താൽ മതി. പിന്നെ അത് ജീവിതകാലത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു വാക്ക് നമ്മൾ മറക്കത്തില്ല. ബ്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതയ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡെവലപ്പ് എ മാർക്ക് ഓഫ് ഇഞ്ചുറി ഓൺ ദ സ്കിൻ അല്ലേ, ചതച്ച് കഴിഞ്ഞാൽ പരിക്ക് പറ്റും, നല്ല ചവിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ആ ബ്രൂയിസിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഫോടന ശബ്ദം എന്നൊക്കെ നമുക്ക് പറയാം. ബിഗ് ബാങ് തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ബിഗ് ബാങ് തിയറി, വിസ്ഫോടന ശബ്ദം, ഭയങ്കരമായിട്ടുള്ള ശബ്ദം. അതൊക്കെയാണ് ബാങ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മാൻ ബാങ്ക്ഡ് ഓൺ ദ ഡോർ വെൻ സമ്മൺ ലോക്ക്ഡ് ഹിം. അതായത് ഒരാളിനെ കുറ്റിയിട്ട് വെച്ചപ്പോഴത്തേക്കിന് ഡോറിൽ കണ്ടമാനം തട്ടിയ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാങ് എന്ന് പറയുമ്പോൾ ബിഗ് ബാങ് തിയറി എന്ന് നിങ്ങൾ ഓർത്താൽ മതി. വിസ്ഫോടനം അല്ലേ, വിസ്ഫോടനമായിട്ടുള്ള ശബ്ദം. അടുത്തത് കെയിൻ. കെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമായിരിക്കും ഷുഗർ കെയിൻ അല്ലേ. കെയിൻ അതൊരു അർത്ഥമാണ് കേട്ടോ, കെയിനിൻ്റെ ഒരു അർത്ഥമാണ് കരിമ്പെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൂരൽ, തിൻ സ്റ്റിക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ചൂരൽ എന്നാണ് കെയിൻ്റെ അർത്ഥം വരുന്നത്. കെയിൻ എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ എന്ന് ഓർക്കുക, എന്നിട്ട് ചൂരലെന്നും കൂടെ ഓർത്തിരിക്കുക. തിൻ സ്റ്റിക്ക്. ക്ലാഡ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാനായിട്ട്, ഇപ്പോൾ ഗ്ലാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സന്തോഷം അല്ലേ. ക്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇരുമ്പയിലൊക്കെ നമ്മൾ ക്ലാവ് പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ. ക്ലാവ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിലില്ലാത്ത എന്തോ ഒരു ആവരണം അല്ലേ, അതിൻ്റെ പുറത്തോട്ട് ഒരു പുതിയതായിട്ട് ഒരു ആവരണം വന്ന് ചേരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു പുതിയൊരു കാര്യം അതിൽ വന്ന് ധരിക്കുന്നു. അതിനെയല്ലേ നമ്മൾ ക്ലാവ് എന്ന് വിളിക്കുന്നത്. അത് വെച്ച് ഇതിനെ അങ്ങ് കമ്പയർ ചെയ്താൽ മതി. ക്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, ധരിക്കുക, പുറമേ ആവരണം ചെയ്യുക എന്നൊക്കെ തന്നെയാണ് ക്ലാഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ദ ലേഡി വാസ് ക്ലാഡ് ഇൻ എ ബ്ലൂ ഗൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക കേട്ടോ, വസ്ത്രം ധരിക്കുക എന്നൊരു മീനിങ് ആണ് ക്ലാഡിന് ഉള്ളത്. കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്.
അതായത് ബാങ്ക് തകർന്നു, അപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു, അവിടെ നിക്ഷേപിച്ചിരുന്ന ആൾക്കാരെല്ലാം പണമെല്ലാം തിരിച്ച് വലിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അതൊക്കെയാണ് അവിടെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോവുക, തകർന്ന് തരിപ്പണമാവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഡെപ്പോസിറ്റ്, നിക്ഷേപം കേട്ടോ. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ സം ഓഫ് മണി, കൂട്ടത്തോടെ പൈസ നിക്ഷേപിക്കുന്നതിനാണ് ഡെപ്പോസിറ്റ്. അത് നമുക്കൊന്നും തെറ്റിപ്പോകാൻ സാധ്യത ഇല്ല. സൂസൻ ഡിപ്പോസിറ്റഡ് എ ഹ്യൂജ് എമൗണ്ട് ഇൻ ദ ബാങ്ക്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു വേർഡാണ് ഡെവിൾ. ഡെവിൾ എന്ന് പറഞ്ഞാൽ പിശാജ് അല്ലേ. ഡെവിൾ, പിശാജ്. എ പേഴ്സൺ ഹൂ ബിഹേവ്സ് ബാഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ പെരുമാറുന്നത് പോലെ അല്ലാത്ത വളരെ അവ്യക്തമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീസ് എ ഡെവിൾ അല്ലേ എന്നൊക്കെ നമ്മൾ പറയുക. കൂടുതലും ദേഷ്യം വരുമ്പോഴല്ലേ, ദേഷ്യം വരുമ്പോഴത്തേക്കിനാണ് ഒരുമാതിരി ചെകുത്താനെ പോലെ പെരുമാറുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പിശാജ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഡേർട്ടി, ഡേർട്ടി എന്ന് പറഞ്ഞാൽ വൃത്തിഹീനം കേട്ടോ, വൃത്തികെട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അൺക്ലീൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. റോഷൻ, ഡോണ്ട് ഡേർട്ട് യുവർ കാർപ്പറ്റ്സ് വിത്ത് യുവർ ഷൂസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്തെല്ലാം കൂടെ ഷൂ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ വീടിനകത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റൊക്കെ മുഷിഞ്ഞു പോകും, അങ്ങനെ ചെയ്യരുത് എന്ന് അമ്മ പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ഓർക്കുക, ഡർട്ടി, അഴുക്ക് അല്ലേ, വൃത്തികെട്ട എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഡ്രഞ്ച്, ഡ്രഞ്ച്, ഡ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നനയ്ക്കുക എന്നൊക്കെയാണ് കേട്ടോ, കുതിർക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. കംപ്ലീറ്റ്ലി വെറ്റ്, നനയുക എന്നൊക്കെ വരുന്നതിൻ്റെ ഒരു മീനിങ്ങാണ് ഡ്രഞ്ച് എന്ന് പറയുന്നത്. മഴയത്ത് അല്ലേ, നനയുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, നനയ്ക്കുക. അപ്പോൾ ഇത്രയും വേർഡ്സാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അടുത്തതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഗ്ലോസറി, ഈ ഒരു വൊക്കാബുലറി ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളിനി മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു, ബിയോണ്ട്. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ അല്ലേ, അല്ലെങ്കിൽ അധികം. ആ ഒരു സെൻറ്റൻസിനനുസരിച്ചിട്ട് അർത്ഥം മാറുന്ന ഒരു വാക്കാണ് ബിയോണ്ട്. ബിയോണ്ട് ദ ലിമിറ്റ്, ബിയോണ്ട് ദ ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പറയും. ബിറ്റർലി, കയ്പായ അനുഭവം. കയ്പായ അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ദുഃഖം, ദുഃഖത്തിൻ്റെ അനുഭവം. ആ ഒരു മീനിങ് ഒക്കെ ആയിരിക്കും നമുക്ക് വരിക. ബ്ലർ, അവ്യക്തത. ബ്ലർ എന്ന് പറഞ്ഞാൽ അവ്യക്തത എന്നാണ് കേട്ടോ. മൂടുക എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് അവ്യക്തത. കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ വ്യക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമല്ല. ബ്രൂയിസ്, ബ്രൂസ് അല്ലേ. ബ്രൂസ് എന്ന് പറയുമ്പോൾ ബ്രൂസ്ലിയെ ഓർത്തുകൊള്ളുക. ബ്രൂസ്ലി ചവിട്ടുന്നു, നമ്മൾ ചതയുന്നു, പരിക്ക് പറ്റുന്നു അല്ലേ. അപ്പോൾ പരിക്ക് പറ്റുക എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ് ബ്രൂയിസ്. ബാങ്, ബിഗ് ബാങ് തിയറി എന്നങ്ങ് ഓർത്തുകൊള്ളുക. ബാങ്, വിസ്ഫോടന ശബ്ദം അല്ലേ, ഭയങ്കരമായിട്ടുള്ള ലൗഡ് നോയ്സിനെയൊക്കെയാണ് ബാങ് എന്ന് പറയുന്നത്. കെയിൻ, ഷുഗർ കെയിൻ എന്ന് ഓർത്തുകൊള്ളുക. കരിമ്പെന്നൊരർത്ഥമുണ്ട്. അതുപോലെ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽ വടി, തിൻ സ്റ്റിക്ക് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ക്ലാഡ്, ക്ലാഡ് എന്ന് പറഞ്ഞാൽ ക്ലാവ് പിടിക്കുക എന്നൊക്കെ ഓർത്തുള്ളൂ. അതായത് എന്തോ ഒരു സാധനത്തിൽ ആവരണം ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ആവരണം അല്ലെങ്കിൽ ധരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടുത്തെ ക്ലാഡിൻ്റെ മീനിങ് ധരിക്കുക എന്നുള്ളതാണ്. ഡ്രസ്സ്, ക്ലാഡൊക്കെ ചെയ്യുക എന്നാണ്. ഇപ്പോൾ ദ ലേഡി വാസ് ക്ലാഡ് ഇൻ ബ്ലൂ ഗൗൺ എന്നാണ് ഇവിടെ പറയുന്നത്. കൊളാപ്സ്, തകർക്കുക എന്നൊക്കെയാണ് പറയുന്നത്. തകർന്ന് തരിപ്പണമാകുക എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് കൊളാപ്സ്. ഡെപ്പോസിറ്റ്, നിക്ഷേപം അല്ലേ, നിക്ഷേപിക്കുക, മണി നിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നതാണ്. ഡെവിൾ, അതായത് സാധാരണ മനുഷ്യൻ ഇടപെടാത്ത രീതിയിൽ ഇടപെടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ഡെവിൾ അല്ലേ, പിശാജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡേർട്ടി, വൃത്തിഹീനമായ സ്ഥലം, വൃത്തികേട് എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് ഡേർട്ടി. ഡ്രഞ്ച്, നനയ്ക്കുക, ടു മേക്ക് വെറ്റ്. വെറ്റ് എന്നൊക്കെ പറയുന്നിടത്താണ് നമ്മൾ ഡ്രഞ്ച് എന്ന് പറയുന്ന വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു വാക്ക് മറക്കത്തില്ല. കാണുമ്പോൾ തന്നെ നിങ്ങളിതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്ത സ്റ്റഡി പ്ലാൻ ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.